ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നും അതുപോലത്തെ ഒരു വീഡിയോ ആണ്. അതിനായിട്ട് നമുക്ക് സാറ്റിൻ കവർ ചെയ്തൊരു ബോ, 2 ടൈപ്പ് ലേസ് എടുത്തിട്ടുണ്ട്, ഫെൽറ്റ് ഷീറ്റ് വേണം, പിന്നെ വൈറ്റ് പോളൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റെഡും ഗ്രീനും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു ഏകദേശം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഇത് സ്പീഡ് കൂടിപ്പോയി. ഇതിന് മുമ്പ് ഒരു വീഡിയോയ്ക്ക് എനിക്ക് ഇതേപോലെ പറ്റിയിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അതൊരു 6 ആഗ് മോഡലാണ് നമ്മുടെ ലേസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രീനും റെഡും ഇങ്ങനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ആ ഒരു 6 ആഗിൻ്റെ ഗ്യാപ്പിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കുക, അതിങ്ങനെ മറിഞ്ഞ് പോവും. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് പോവുക. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ, ഫ്ലവറിന് എത്ര വലിപ്പം വേണം, അതിനനുസരിച്ച് ലെങ്ത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കിട്ടും നമുക്ക്. കണ്ടോ, അതിങ്ങനെ തിരിച്ചു കൊടുത്താൽ അത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വരും. അപ്പോൾ ഞാനിവിടെ 2 ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കണം. നമ്മൾ ഫസ്റ്റിൽ ഉരുക്കി കൊടുത്ത പോലെ തന്നെ ലാസ്റ്റിലും ഒന്ന് ഉരുക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിനൊന്ന് ഇങ്ങനെ ചുരുട്ടി എടുക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഫ്ലവർ, റോസ് ഫ്ലവറിൻ്റെ പോലെ കിട്ടും. നമ്മൾ റിബൺ വെച്ചിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ മെടഞ്ഞാണ് ചെയ്തത്. ഇതും അതുപോലെയല്ല, ഇത് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഹെയർ ബാൻഡുമേയും ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഫ്ലവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ്. ആ കളർ കോമ്പിനേഷനുകൾ നമ്മൾ കറക്റ്റായിട്ട് എടുത്താൽ ഇനി ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ചുരുട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയിൽ ഗ്ലൂ ഒന്ന് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്ലവർ കറക്റ്റായിട്ട് തന്നെ നിൽക്കും. എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയിൽ ഇത്തിരി ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ മുറുക്കി പിടിക്കണം, നമ്മൾ ചുറ്റണേൻ്റെ ഇടയിൽ അതുപോലെ ഒന്ന് ഫുള്ള് ചുരുട്ടി കൊടുത്താൽ കറക്റ്റ് ഒരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ റോസ് ഫ്ലവറിൻ്റെ പല മോഡൽ ചെയ്തിട്ടുണ്ട്, റിബൺ വെച്ച്, അതുപോലെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ടിക്ക് അതുപോലെ അലിഗേറ്ററിൽ, ഹെയർ ബാൻഡിലൊക്കെ ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ അപ്പോൾ വീഡിയോ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ റോസ് ഫ്ലവറുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. ലൂസാക്കി കൊടുക്കരുത്, അപ്പോഴാണത് നമ്മുടെ ഫ്ലവറിൻ്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ വരിക. ഇങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമില്ല. കണ്ടോ, കറക്റ്റ് ടൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അറ്റൊന്ന് നമുക്ക് ഉരുക്കി നമ്മുടെ ആ ഫ്ലവർ മുഴിക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിന് ശേഷം ഗ്ലൂ വെച്ച് കൊടുക്കുക നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ടൈം നമ്മളത് പ്രസ് ചെയ്ത് പിടിച്ച് നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഇതാകുമ്പോൾ ഉരുക്കി കഴിഞ്ഞാൽ ഒട്ടി നിൽക്കും, എന്നാലും നമുക്കൊരു ഇത്തിരി ഗ്ലൂവും കൂടി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഗ്ലൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ജസ്റ്റ് ഓരോ ഡ്രോപ്പ് ഒന്ന് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. കണ്ടോ, നമുക്ക് ആ ഫ്ലവർ റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊടുക്കാം. അറ്റത്ത് നമ്മൾ ഗ്ലൂ കൊടുക്കണം, ഉരുക്കിയാലും ഒന്ന് ഗ്ലൂ കൊടുക്കാം. പിന്നെ ഇടയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഗ്ലൂ ഒന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി വന്നു. എളുപ്പം ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ലേസൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് ഐറ്റംസ് കിട്ടുന്ന കടകളിലൊക്കെ കിട്ടും. കണ്ടോ, 2 ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ അറ്റം നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കഴിയുമ്പോൾ ആ ഫെൽറ്റ് ഷീറ്റ് സ്ക്വയറിൽ നിൽക്കുകയാണെങ്കിൽ അത് കാണും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് സ്ക്വയറാക്കി കൊടുക്കാം. സ്ക്വയറല്ല, റൗണ്ടാക്കി കൊടുക്കുക. ഇനി നമുക്കിതാ നമ്മുടെ പോളൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ബാക്കിൽ ആ ഗ്രീൻ ലീഫ് പോലുള്ളത് ഞാൻ കളയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇനി പോളൻസ് ഒട്ടിച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ച് കൊടുക്കാൻ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. ഞാൻ വൈറ്റാണ് കൊടുത്തത്. അപ്പോൾ എങ്കിൽ ആ റെഡും ഗ്രീനിൻ്റെ ഇടയിൽ ആ വൈറ്റ് വരുമ്പോഴേ ഭംഗിയുള്ളൂ. റെഡ് വെച്ച് ഞാൻ നോക്കി, അതുപോലെ ഫ്ലവർ തന്നെ ഞാൻ ഗ്രീൻ ഫ്ലവർ ഉണ്ടായിരുന്നു, അത് വെച്ച് നോക്കി. ബെഞ്ച് ഫ്ലവറൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അത് വെച്ച് നോക്കിയിട്ടും ഭംഗി തോന്നിയില്ല. ഇതാണ് രസമായിട്ട് തോന്നിയത്. അപ്പോൾ ഇതുപോലെ ഇനി അതിൻ്റെ ചുറ്റും നമുക്ക് പോളൻസ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇത് കുറച്ച് ടൈം നമ്മൾ പിടിച്ച് നിൽക്കുക തന്നെ വേണം, എങ്കിലേ അത് ഒട്ടി നിൽക്കുള്ളൂ. അപ്പോൾ അത് ഒരു ടൈം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിലൊക്കെ വിട്ടുപോകും. എന്നിട്ട് പിന്നെ നമ്മൾ ഗ്ലൂവിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം B7000 ഗ്ലൂ ഒക്കെ നന്നായിട്ട് ഒട്ടണ ഗ്ലൂ ആണ്. അപ്പോൾ നമ്മളത് കുറച്ച് ടൈം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല, പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് പോയാൽ ഗ്ലൂ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഗ്ലൂ നല്ല ഗ്ലൂ ആണ്, പെട്ടെന്ന് ഒട്ടി കഴിഞ്ഞാൽ വിട്ടു പോവില്ല. പക്ഷെ ടൈം ഇത്തിരി നമ്മൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഒന്ന് ഒട്ടിയെടുക്കാൻ, റിബൺ അതുപോലെ നമ്മുടെ ലേസ് അതൊക്കെ ക്ലോത്തിൻ്റെ മെറ്റീരിയലാണല്ലോ. അപ്പോൾ അതൊക്കെ ഒട്ടിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും.
നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ആദ്യം ഫ്ലവർ പോളൻസ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇനി ആ ഗ്യാപ്പൊക്കെ നമ്മൾ പോളൻസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുള്ള് ആ വൈറ്റ് പോളൻസ് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഫ്ലവറിൻ്റെ ഇടയിലേക്ക് നന്നായിട്ട് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഗ്രീൻ കളറിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഫെൽറ്റ് ഷീറ്റ് നമുക്ക് പുറത്തേക്ക് കാണുമില്ല. ഫ്ലവർ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വീടുകളിൽ ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുപോലെ തന്നെയല്ല, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്തൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഹെയർ ബാൻഡും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ സെൻറ്ററിലല്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ട് സൈഡിലായിട്ടാണ് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് എവിടെ നിന്ന് തുടങ്ങിയാണെന്ന് നോക്കിയിട്ട് ആ സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിലേക്ക് നമുക്ക് ആദ്യം ഒട്ടിക്കാം. അതിന് ശേഷം നമ്മുടെ ഫ്ലവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ അലിഗേറ്റർ ക്ലിപ്പ് അല്ലെങ്കിൽ ടിക്കൊക്കെ എന്തെങ്കിലും അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ വിട്ടുപോകും. ഞാൻ പറഞ്ഞല്ലോ, അത് ക്ലോത്ത് മെറ്റീരിയലല്ലേ, അത് ഒട്ടിക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ അറ്റം നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഞാൻ ടിക്കാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അത് തന്നെ ലാസ്റ്റും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. കാരണം ആ ഹെയർ ബാൻഡിൻ്റെ അറ്റം എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് അല്ലല്ലോ. അപ്പോൾ ആ ഗ്യാപ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം അതിങ്ങനെ വിട്ട് നിൽക്കും. അപ്പോൾ അവിടെയും കറക്റ്റായിട്ട് നമ്മളൊരു ടിക്ക് അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐഡിയാസൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ, പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വേഗം ഒട്ടി കിട്ടും. എന്ന് വെച്ചിട്ട് നമ്മൾ ഒട്ടി അപ്പം തന്നെ യൂസ് ചെയ്യരുത്. പക്ഷേ നമുക്ക് ഇതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്കതൊക്കെ ഒട്ടി കിട്ടും. ഇനി നമ്മളിതാ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം നമ്മളൊരു പീസ് വേറെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുക. അടിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഹെയർ ബാൻഡിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുക. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമുക്ക് വിട്ടു പോകാതിരിക്കാനും, കുറച്ച് നാൾ നമ്മൾ കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് അവർ കറക്റ്റ് ശ്രദ്ധിച്ചൊന്നല്ലല്ലോ അവർ ഊരലും പിടിക്കലൊക്കെ ചെയ്യുക. അപ്പോൾ അതൊന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു പീസ് അടിയിൽ വെച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ മക്കൾക്കായാലും നമ്മൾ സെയിൽ ചെയ്യുമ്പോഴായാലും, സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കിനായിരിക്കും അതിൻ്റെ മോശം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലൊക്കെ തന്നെ ചെയ്യുക. ടിക്കിലായാലും ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ വിട്ട് പെട്ടെന്ന് പോവില്ല. അതുപോലെ ഇതും നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ടൈം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അത് രണ്ടും കൂട്ടി ഒട്ടിപ്പിടിക്കും വേഗം. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ആ ഒരു സൈഡിലും കൂടി നമ്മുടെ ലേസ് ഒട്ടിച്ച് കൊടുക്കണം. അതോടുകൂടി നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ എത്തിച്ചു തന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് തരിക. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് കമൻറ്റ് പറയുക. നിങ്ങൾക്ക് ഇഷ്ടമായോന്നോ ഇഷ്ടമായില്ലയെന്നോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റം വരുത്തി അടുത്ത വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.